ശിവരാത്രി വ്രതം. സർവപാപമോചനത്തിന് ഇതിൽ പരം ഒരു വ്രതമില്ല. സർവശാപതാപത്തിന് ഇതിൽ പരം ഒരു ഉപവാസമില്ല. 7 തലമുറയായി അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്നു പോലും മുക്തി നൽകുന്ന ശിവരാത്രി വ്രതം. കുംഭമാസത്തിലെ ചതുർദശയിലാണ് മഹാശിവരാത്രി. ശിവരാത്രിയുടെ തലേദിവസം മുതൽ വ്രതം ആരംഭിക്കണം. തലേദിവസം നിലവിളക്ക് തെളിയിച്ച് ഭഗവാനെ മനസ്സിരുത്തി പ്രാർത്ഥിക്കണം. പിറ്റേന്ന് ശിവരാത്രി ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് ശുദ്ധമായി ഓം നമഃശിവായ ജപിച്ച് ശിവപ്രാർത്ഥനകൾ നടത്തിയതിനു ശേഷം ശിവക്ഷേത്ര ദർശനം നടത്തണം. ശിവരാത്രി വ്രതമെടുക്കുന്നവർ ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം സ്വീകരിക്കരുത്. ശേഷം ശിവരാത്രി ദിവസം പൂർണ്ണ ഉപവാസമോ അല്ലെങ്കിൽ ഒരിക്കലൂണോ ആവാം. ഒരിക്കലൂണിൽ വളരെ ലളിതമായ ഭക്ഷണമേ പാടുകയുള്ളൂ. ചിലർ കരിക്കുവെള്ളം മാത്രം ഭക്ഷിച്ചുകൊണ്ടും അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ മാത്രം ഭക്ഷിച്ചുകൊണ്ടും വ്രതം എടുക്കാറുണ്ട്. ശിവരാത്രി ദിവസം ഉറക്കമൊഴിഞ്ഞ് ഭഗവാനെ ധ്യാനിക്കണം. മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താതെ പൂർണ്ണമായും ശിവഭജനത്തിൽ ശ്രദ്ധിക്കണം. നിലവിളക്ക് കൊളുത്തി ശിവ അഷ്ടോത്തരമോ ശിവസഹസ്രനാമമോ ജപിക്കാം. ശിവരാത്രി ദിവസം ഭസ്മം ധരിച്ചു തന്നെ വേണം വ്രതമനുഷ്ഠിക്കാൻ. പിറ്റേന്ന് രാവിലെ തുളസീ തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം.